തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്തും അതിന് കുറെ നാളുകളായി മലപ്പുറത്തെ കുറിച്ച് മുസ്ലിം വിരോധവും നിരന്തരമായി പറയുകയാണ് വെള്ളാപ്പള്ളി. അത്തരം പ്രസ്താവനകളോടും അദ്ദേഹത്തിന്റെ നിലപാടുകളോടും യോജിക്കുന്നത് അദ്ദേഹം പറഞ്ഞല്ലോ, സംഘടനകളോടാണ്. ചില സംഘടനകൾ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഈ ലീഗെന്ന് പറഞ്ഞാൽ മുസ്ലിം ആവുമോ? മുഴുവനാവൂ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ലീഗിലുള്ള ആളുകൾ അങ്ങനെ ധരിക്കരുതെന്ന് എൻ്റെ അഭിപ്രായമാണ്. വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് NSS യോഗം ചേരാനോ അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടാവുക ഇല്ല, അത് തീരുമാനിച്ചില്ല ഞാൻ. ഇപ്പം അത് ഇതിൻ്റെ അറിയട്ടെ. അദ്ദേഹം 21-ാം തീയതി ചേർന്ന് ഒരഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ വേണമെന്ന് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിനു മുമ്പ് ആവശ്യപ്പെടുകയോ ചെയ്യട്ടെ. ചാനലിൽ കൂടെ ഉണ്ടായതല്ലേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു ഐക്യ ആഹ്വാനം വരുന്നു. അത് രാഷ്ട്രീയം കൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ കുറ്റം പറയാനാവും. ഇല്ല, സമദൂരമാണ് നമ്മൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമദൂരമാണ്. ഞങ്ങളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും സമദൂരമാണ്. ഞങ്ങളൊരു പാർട്ടിക്ക് വേണ്ടിയും പ്രവർത്തിക്കില്ല. പക്ഷെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഞങ്ങളുടെ തീരുമാനം ചിലപ്പോൾ അവർക്ക് തിരിച്ചടിയാകുന്നത്. ഞങ്ങളാരും ഒന്നിനും പോകത്തൊന്നുമില്ല. ഈ സതീശനെതിരെയാണ് ഇപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ ഒരുമിക്കുന്നത്. ആ സതീശൻ വിഷയത്തിലാണ്. അതിലൊരു രാഷ്ട്രീയം പുറമേ നിൽക്കുന്നവർക്ക് കാണത്തില്ലേ? കാരണം സതീശൻ ഇത്തരത്തിൽ വർഗീയതകളോട് കൂട്ടുകൂടില്ല എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് NSSഉം SNDP നേതൃത്വവും സതീശനെതിരെ വിമർശനം കോൺഗ്രസ്സുകാരെ നിശ്ചയിക്കേണ്ട കാര്യമാണ്. ഈ സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചു വിട്ടിരിക്കുക കോൺഗ്രസ്. പറഞ്ഞു മനസ്സിലായോ? അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിൻ്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഇപ്പോഴൊരു കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലേ ഇവിടെ? കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടല്ലോ. എല്ലാത്തിനും പുള്ളിക്കറി ചാടിക്കയറി പറയാൻ ഒരു അധികാരപ്പെടുത്തിയിട്ടുണ്ടായി. എന്നാലും അത് ശരിയാണോ? ഈ പ്രസിഡന്റിനെ നോക്കുകൂത്തിയാക്കി വെച്ചുകൊണ്ട് എല്ലാത്തിനും കയറി അഭിപ്രായം. അദ്ദേഹമല്ല ഈ ശത്രുക്കളെ മുഴുവൻ ഉണ്ടാക്കുന്നത്. കാറിൽ കയറ്റിയ വിവാദമാണല്ലോ വെള്ളാപ്പള്ളി മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിയത്. ഇന്നലെ താങ്കൾ അത് ഫോണിലൂടെ അല്ല, അതൊക്കെ വളരെ ബാലിശമാണ് സാറേ. കാറിൽ കയറ്റിയത് എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. കാറിൽ ഈ പറയുന്നത് ഈ പറയുന്നവരെ അവരൊക്കെ കാറ് കാണുന്നതിന് മുമ്പ് എത്രയോ മുമ്പ് സ്വന്തം കാറിൽ കയറി നടന്ന ആളിനോടാണ് ഇത് പറയുന്നത്. അങ്ങനെയൊന്നും അതൊക്കെ ആക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെയൊന്നും കാറില്ലാത്തവനെ ആക്ഷേപിക്കാൻ പറ്റുമോ? അടി കിട്ടും, ഒരു സംശയമില്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസിന് അടി കിട്ടും. അത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണോ? ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈ തിണ്ണയിൽ ഇവിടെ വന്ന് ഞാൻ കസേരയിലിട്ട് അവിടെ ഇരിക്കുക. കസേരയുടെ അടുത്ത് നിന്ന് ഇത് NSSന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം ഉണ്ടായിരുന്ന അവിടെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് തിണ്ണയിരുന്ന് നിരങ്ങിയില്ല. ഇവിടെ 1.5 മണിക്കൂർ ഓടി ഇരുന്നു. എന്നിട്ട് ഞാൻ ഇവിടുന്ന് അവിടുത്തെ യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞ് ഇദ്ദേഹത്തെ സഹായിക്കണം എന്ന് പറഞ്ഞു. ആ യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സഹായിക്കാൻ ഓരോ വീട് തോറും കയറി ഇറങ്ങി. എന്നിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി വെച്ച് തിണ്ണ ഇറങ്ങരുതെന്ന് പറയുന്നത്. എന്താ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്? അത് തന്നെ, ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് പിടിക്കുകയല്ലേ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി വോട്ട് പിടിക്കുകയല്ലേ? ആ കൂട്ടത്തിൽ അദ്ദേഹം ഇവിടെ വന്നെന്നാ പറഞ്ഞത്. എന്നല്ലേ എൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത്. ഞാൻ പറയണം, അയാളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു. എന്താ ആയിരിക്കും. അതെ, ഇവിടെ നിറങ്ങിയില്ല. ആ ആള് പോയി നിറങ്ങുക, ഓരോരുത്തർക്കും പോയി നിറങ്ങുക. ഇപ്പം
എന്നിട്ട് പറഞ്ഞോളൂ, ഞാൻ ഇവിടെ ഐക്യം വർഗീയത ഈ രാജ്യത്ത് വളർത്തുന്നതിൽ ഇപ്പം നന്നായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്.